ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയാണ്. മക്കളെ, നമുക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാം വരാൻ പോവുകയാണ്. ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് മാർക്ക് വാങ്ങേണ്ടതുണ്ട്. കാരണം ഓണം എക്സാമിനകത്തൊക്കെ മാർക്ക് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്. ഞാൻ പറയുന്നു, ക്രിസ്മസ് എക്സാമിന് എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. മക്കളെ, നമുക്കറിയാം ഈ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട 8ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾക്കറിയാലോ, ദേശീയ പ്രസ്ഥാനവും കേരളവും, അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് സ്കൂളിനകത്തൊക്കെ തന്നെ അത് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മക്കളെ, എന്താണ് ഈ ചാപ്റ്റർ പറയുന്നത്? ശരിക്കും ഇത് ഒരു മോഡേൺ കേരള ഹിസ്റ്ററിയാണ്, ആധുനിക കേരള ചരിത്രമാണ് പറയുന്നത്. ഈ പറയുന്ന യൂറോപ്യന്മാർ കേരളത്തിനകത്ത് വന്നത് മുതൽ കേരളം ഇതുപോലെ തന്നെ ആധുനിക കേരളം രൂപീകൃതമാകുന്ന സമയം വരെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന കുളച്ചൽ യുദ്ധത്തിനെ കുറിച്ചൊക്കെ തന്നെ, ബ്രിട്ടീഷുകാരെ കുറിച്ചൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? ജസ്റ്റ് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഏറ്റവും ലാസ്റ്റിലേക്ക് ഇത് വരുന്നത് എന്താണ്, പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഐക്യ കേരളത്തിലെ കുറിച്ചാണ്. കേരളം ഇതുപോലെ തന്നെ ഫോം ചെയ്തത് നിങ്ങൾക്കറിയാം, നവംബർ മാസമാണ്. നവംബർ 1 നിങ്ങൾക്കറിയാം കേരള പിറവിയാണ്. ആ കേരളം പിറന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ കേരളത്തിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ചരിത്രം പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും കേരളത്തിനകത്തേക്ക് വന്നിട്ടുള്ള വിദേശീയരില് പ്രധാനമായിട്ടും പോർച്ചുഗീസ് വന്നിട്ടുണ്ട്, ഡച്ച് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്. ഈ ബ്രിട്ടീഷുകാരാണ് ആക്ച്വലി ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിനകത്തൊക്കെ തന്നെ കുറേ കാലം ഭരിച്ചത് ആരാണ്? നമ്മൾ ഈ കാണുന്ന ബ്രിട്ടീഷുകാരാണ്. എല്ലാവർക്കും അറിയാം ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇവരാണ് ബ്രിട്ടീഷേഴ്സ് ആണ് അല്ലേ? അവരാണ് കുറേ കാലം ഇതുപോലെ തന്നെ ഇന്ത്യയുടെ കയ്യിലായിരുന്നു, കേരളം അവരുടെ കയ്യിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിനകത്ത് കേരളം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തത് ഇവിടെയാണ്, ഇത്രയും ഭാഗം, അതിനെയാണ് നമ്മൾ മലബാർ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ മക്കളെ, അടുത്തത് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കുക, ഇതിന്റെ ഇടയിലുണ്ട്, അതാണ് ഇത് കൊച്ചി രാജ്യത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിന് താഴെയുള്ളതാണ് ഇത് ട്രാവൻകൂർ. അപ്പൊ നോക്ക്, ബ്രിട്ടീഷുകാർ കേരളം ഭരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ മലബാറിൽ ഡയറക്റ്റ് കൺട്രോളാണ്, ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് കൺട്രോളിലാണ് മലബാർ പോയിരുന്നത്. നേരിട്ട് ഭരിച്ചിരുന്ന സ്ഥലമാണ് മലബാർ. എന്നാൽ കൊച്ചിയിലും അതുപോലെ തന്നെ ട്രാവൻകൂറിലും, കൊച്ചിയിലാണെങ്കിൽ കൊച്ചി രാജാക്കന്മാരിലും ട്രാവൻകൂറിലാണെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുമാണ് എന്ത് ചെയ്യുന്നത്, ഭരിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരായിക്കൊണ്ട് ചില പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മലബാറിലാണെങ്കിൽ പഴശ്ശിരാജയാണ് എന്ത് ചെയ്യുന്നത്, ആ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. കൊച്ചിയിലാണെങ്കിൽ കൊച്ചി രാജാവ് അല്ലെങ്കിൽ പാലിയത്തച്ഛൻ എന്നാണ് പറയാ, സ്ഥാനപ്പേര് അങ്ങനെയാണ്. അതുപോലെ ട്രാവൻകൂറിലാണെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ വേലുത്തമ്പി ദളവ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ആദ്യകാലത്തെ സമരങ്ങൾ അല്ലെങ്കിൽ ഏർലി സ്ട്രഗിൾസ്, ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ ഈ പറയുന്ന കേരളത്തിനകത്ത് നേരിടുന്ന ചില ചെറുത്തുനിൽപ്പുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫസ്റ്റ് പറയുന്ന ഒരു ഭാഗം അതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നല്ല, അത് നമ്മുടെ പഴശ്ശിരാജയുടെ കലാപമാണ്. പഴശ്ശി കലാപങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് പഴശ്ശി കലാപത്തിനെ കുറിച്ച്. പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? മമ്മൂട്ടിയുടെ പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുണ്ട്. MT വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്തിട്ടുള്ള, മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പഴശ്ശിരാജ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചരിത്രത്തിലൂടെ അത്രയും നീതി പുലർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് പഴശ്ശിരാജ. നിർബന്ധമായി നിങ്ങൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്, ഒരു ചരിത്ര സിനിമ തന്നെയാണ് ഇത് പഴശ്ശിരാജ. മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഴശ്ശിയെക്കുറിച്ച്, പഴശ്ശി കലാപങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. പഴശ്ശി രാജ, നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഒന്ന്, ഇദ്ദേഹം പ്രധാനമായിട്ട് കോട്ടയം, ഇന്നത്തെ കണ്ണൂർ കോഴിക്കോട് ജില്ലയിലൊക്കെ ബോർഡറിലുള്ള കോട്ടയം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നാട്ടുരാജ്യത്തുള്ള ഒരു അംഗമായിരുന്നു ആര്? പഴശ്ശിരാജ. ഇതേപോലെ തന്നെ അന്ന് പഴശ്ശിരാജ ഇതേപോലെ നിങ്ങൾക്കറിയാം ബ്രിട്ടീഷുകാരുമായിട്ട് തുടക്കത്തിലൊക്കെ നല്ല ടേംസിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറഞ്ഞാൽ മൈസൂർ രാജാക്കന്മാരാണ്. മൈസൂർ രാജാക്കന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈദരലി, ടിപ്പു സുൽത്താനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അന്ന് ഈ മൈസൂർ സുൽത്താനെ, ടിപ്പു സുൽത്താനൊക്കെ പിടികൂടാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സഹായം കൊടുത്ത വ്യക്തിയാണ് ആര്? പഴശ്ശിരാജ. അന്ന് ബ്രിട്ടീഷുകാർ ഒരു ഓഫർ എന്ത് ചെയ്തു, പഴശ്ശിരാജയ്ക്ക് കൊടുത്തു. ഈ പറയുന്ന മൈസൂർ രാജാക്കന്മാരെ കീഴടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു കോട്ടയം എന്ന് പറയുന്ന പ്രദേശത്തുള്ള ടാക്സ് അല്ലെങ്കിൽ നികുതി പിരിക്കാനുള്ള അവകാശം എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പറഞ്ഞു. അങ്ങനെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ വിശ്വസിച്ചുകൊണ്ട് ഈ പറയുന്ന ടിപ്പു സുൽത്താൻ അടക്കമുള്ള മൈസൂർ രാജാക്കന്മാരെയൊക്കെ പിടികൂടാൻ വേണ്ട എല്ലാ സഹായങ്ങളും എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന മൈസൂർ രാജാക്കന്മാരെ ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ തോൽപ്പിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ
ഈ പറഞ്ഞ വാക്ക് എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല. അതായത് പഴശ്ശിരാജയ്ക്ക് അവിടുത്തെ നികുതി പിരിക്കാനുള്ള അവകാശം കൊടുക്കുന്നില്ല. പകരം ആർക്ക് കൊടുക്കുന്നു? പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പനാട്ട് രാജാവിന് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. നിങ്ങൾ പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തിലകനാണ് ആ വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത്, കുറുമ്പനാട്ട് രാജാവായിട്ട്. അങ്ങനെ കുറുമ്പനാട്ട് രാജാവിന് എന്ത് ചെയ്യാണ്, ഇതുപോലെ തന്നെ അധികാരം കൊടുക്കുന്നു. ഇതിനെതിരെ പഴശ്ശിരാജ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. കലാപം എന്ത് ചെയ്യാണ്, ഉണ്ടാവാണ്. നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാരണം ബ്രിട്ടീഷുകാരെതിരാണ്, അമ്മാവനെതിരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴശ്ശിരാജ എങ്ങോട്ട് പോയിട്ടുണ്ടാവും? അന്ന് കാട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്താണ് പഴശ്ശിരാജ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് എന്തൊക്കെ പ്രധാനപ്പെട്ട ഈ പറയുന്ന പ്രതിരോധ തന്ത്രങ്ങളാണ് അന്ന് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. പഴശ്ശിരാജയ്ക്ക് പിടിച്ചു നിൽക്കണമല്ലോ, അപ്പൊ എന്തൊക്കെ കൈക്കൊണ്ടിട്ടുണ്ടാവും? അതിൽ ഫസ്റ്റ് വൺ നോക്ക് മക്കളെ. അന്ന് ദ ബേസ് വാസ് ഷിഫ്റ്റഡ് ടു വയനാട്. അല്ലെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒളിത്താവളം എങ്ങോട്ട് മാറ്റി? വയനാട്ടിലേക്ക് മാറ്റി, വയനാടൻ കാട്ടുകളിലേക്ക് മാറ്റി. അടുത്ത നോക്ക്, ലോക്കൽ പീപ്പിൾ വേർ ആഡഡ്. അദ്ദേഹത്തിന്റെ കൂടെ ഈ പറയുന്ന തദ്ദേശീയ വിഭാഗങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം കൂട്ടിച്ചേർത്തു. മക്കളെ, തദ്ദേശീയ വിഭാഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് 4 ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ കട്ടയ്ക്കുണ്ടായിരുന്നു. അത് ആണ് നിങ്ങൾ വേണ്ടത്. ചെമ്പൻ പോക്കർ ഉണ്ടായിരുന്നു, കൈതേരി അമ്പുനായർ ഉണ്ടായിരുന്നു, എടച്ചേന കുങ്കൻ നായർ ഉണ്ടായിരുന്നു, തലക്കൽ ചന്തു ഉണ്ടായിരുന്നു. അങ്ങനെ 4 ആൾക്കാർ പഴശ്ശിരാജയുടെ ഫോളോവേഴ്സ് ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇതിൽ തലക്കൽ ചന്തു എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾ ഈ കണ്ടിട്ടുണ്ടാവും, മനോജ് കെ ജയനാണ് തലക്കൽ ചന്തു. അദ്ദേഹം പ്രധാനപ്പെട്ട കുറിച്യ നേതാവാണ്, ആദിവാസികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ആര്? ഈ തലക്കൽ ചന്തു കേട്ടോ. അപ്പൊ ആദിവാസി വിഭാഗത്തിനെ ഈ ചന്തുവിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം തന്നെ എന്ത് ചെയ്യാണ്, പഴശ്ശിരാജയുടെ ഒപ്പം എന്ത് ചെയ്യാണ്, ഈ കലാപത്തിലേക്ക്, ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിലേക്ക് എന്ത് ചെയ്യാണ്, വരികയാണ്. അങ്ങനെ അത് മാത്രമാണോ അവര്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? ബ്രിട്ടീഷുകാർ. അല്ലെ, ബ്രിട്ടീഷുകാർ വെൽ എക്യുപ്ഡ് ആണ്. അവരോടൊന്നും പിടിച്ചു നിൽക്കാൻ ഈ പറയുന്ന ചെറിയ ഈ പറയുന്ന സംനാഹങ്ങൾക്കൊന്നും കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പഴശ്ശിരാജ എങ്ങനെയായിരിക്കും അവർക്കെതിരെ യുദ്ധം നടത്തിയത്? അതാണ് മക്കളെ, അദ്ദേഹം പ്രധാനമായിട്ടും ഒളിപ്പോരായിരുന്നു നടത്തിയത്. എന്താണ് ഒളിപ്പോർ കേട്ടോ? ഗറില്ല വാർഫെയർ വാസ് വേജ്ഡ്. അപ്പൊ അന്ന് അദ്ദേഹം ഒളിപ്പോരാണ് എന്ത് ചെയ്യുന്നത്? ഇതേപോലെ തന്നെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള കേട്ടോ ഒളിപ്പോർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗറില്ല വാർഫെയർ ആണ് എന്ത് ചെയ്യുന്നത്, നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് നിരന്തരം തലവേദനയായിട്ട് എന്താണ് ഇതുപോലെ തന്നെ പഴശ്ശിരാജ എന്ത് ചെയ്യാണ്, മാറുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ പറയുന്ന പഴശ്ശിയെ പിടികൂടാൻ വേണ്ടി പല തന്ത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ മെനയുന്നുണ്ട്. അതിനകത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, മിലിറ്ററി ക്യാമ്പ്സ് വേർ സെറ്റപ്പ് ദ സ്ട്രാറ്റജിക് പ്ലേസസ്. മക്കളെ, ഈ പറയുന്ന തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് അവരുടെ സൈനിക താവളങ്ങൾ എന്ത് ചെയ്തു, ഒരുക്കി. അതേപോലെ തന്നെ ന്യൂ റോഡ്സ് വേർ ബിൽഡ്. പുതിയ പുതിയ റോഡുകൾ ഉണ്ടാക്കി, ഈ കാടുകളിലേക്ക് പുതിയ പുതിയ റോഡുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ റൈസ് സപ്ലൈ ടു വയനാട് വാസ് കട്ട് ഓഫ്. അല്ലേ, അതായത് വയനാട്ടിലേക്ക് അരി എത്തുന്നുണ്ടായിരുന്നു, ആ അരി എത്തുന്നത് എന്ത് ചെയ്തു, തടഞ്ഞു. കാരണം പട്ടിണിക്ക് ഇടാൻ വേണ്ടി തന്നെ. അല്ലേ, എ റിവാർഡ് വാസ് അനൗൺസ്ഡ് ഫോർ ദോസ് ഹു നാബ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിബല്യൻ. മക്കളെ, ഈ കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് വലിയ രൂപ പാരിതോഷികം എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അവരത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഇതുപോലെ തന്നെ നിരന്തരം പഴശ്ശിരാജയുമായിട്ട് ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ ഈ കലാപത്തിലേക്ക് ഉണ്ടാവുകയും അവസാനം ഈ പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, കീഴടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഴശ്ശിരാജ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1805 ഇതുപോലെ തന്നെ നവംബർ 30 പഴശ്ശിരാജ എന്ത് ചെയ്യാണ്, ഇതുപോലെ തന്നെ മരണം പ്രാപിക്കുകയാണ്. പല രീതിയിലേക്കുള്ള ഊഹാപോഹങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പഴശ്ശിരാജ ഇതുപോലെ തന്നെ അവർ കൊന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ പിടികൂടുന്നതിന് മുൻപ് തന്നെ പഴശ്ശിരാജ തന്റെ മോതിരം വിഴുങ്ങിയാന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്താണെങ്കിൽ പോലും ഇതുപോലെ തന്നെ പഴശ്ശിരാജ മരണപ്പെടുകയും പഴശ്ശിരാജയുടെ മൃതദേഹം എല്ലാ ഔദ്യോഗിക ബഹുമതികളും നൽകിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇതുപോലെ തന്നെ സംസ്കരിച്ചു കേട്ടോ. കാരണം എല്ലാ പ്രധാനപ്പെട്ട ഈ ആദരവും എന്ത് ചെയ്തിട്ടുണ്ട്, ആ മൃതദേഹത്തിനോട് ആര് കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള മതാചാര പ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ നൽകിയിട്ടുണ്ട്. ആര്? ഈ ബ്രിട്ടീഷുകാർ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ പറയുന്ന പഴശ്ശിയെ കുറിച്ചൊരു ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് മുൻപ് പറയുന്നത്. അപ്പൊ ഇതല്ല മക്കളെ, ഇതിനേക്കാൾ കുറെ കഥകളും സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് വരാനുണ്ട്. അതൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ടെന്ന് അറിയോ. സൈലത്തിന്റെ ഏറ്റവും അടിപൊളി ബാച്ചുള്ള നിഞ്ച ബാച്ചിൽ പഠിക്കുന്നുണ്ട്. സോ നിഞ്ച ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഓരോ കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിഞ്ചയുടെ ഭാഗമായി, യോധയുടെ ഭാഗമായി മാറുക. നിഞ്ച എന്ന് പറയുന്നത് അടുത്ത വർഷം 9ാം ക്ലാസ്സിലുള്ള നിങ്ങളുടെ ബാച്ചാണ്. സോ യോധയുടെ ഭാഗമായി മാറുക, യോദ്ധാക്കളാവുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. സോ ബൈ.